ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് റവ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ റവ ഒക്കെ നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം. നല്ലൊരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പിന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതാ നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, കണ്ടില്ലേ? അപ്പോൾ നല്ല നന്നായി ട്രൈ ചെയ്യാൻ പറ്റിയൊരു കിടു ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ ഇങ്ങനെ ഫിംഗേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം വൈകുന്നേരങ്ങൾ ടൈമിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതാ ഒരു പാത്രത്തിൽ അര കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അര കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്തിയെടുക്കുക. അപ്പോൾ അതൊന്ന് ഇനി അതുപോലെ ഒന്ന് ഇതായത് കിട്ടും. അപ്പോൾ ഉള്ളൊന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടാനും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ഇതാക്കി വെച്ച് അപ്പോൾ അതൊന്ന് നന്നായി സെറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് 2 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഉടച്ചെടുത്തിട്ടാണ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതിലേക്ക് അര കഷ്ണം സവാള, ഒരു പച്ചമുളക്, പിന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം നന്നായി യോജിപ്പിച്ചിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക. ഇനി അതിലേക്ക് വേണ്ട മസാലകളാണ്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ട്, അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ 2 പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇടുന്നു കേട്ടോ. കായപ്പൊടിയൊക്കെ നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ബാക്കി ഇനി കുതിർത്തി വെച്ച റവം കൂടി ഇടുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ മാത്രം ഇട്ടാൽ മതി. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ഇട്ടുന്നുള്ളൂ. അപ്പോൾ തികച്ചും ഓപ്ഷനിലാണ്. അപ്പോൾ ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇതിങ്ങനെ കയ്യിൽ വെച്ച് വരുമ്പോൾ ഒട്ടും ഒട്ടാത്ത രീതിയിൽ വേണം, കയ്യിൽ തീരെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം അതൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ എല്ലാ ഫിംഗേഴ്സും ഇതുപോലെ റെഡി ആക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫിംഗർ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും വലിയ മെനക്കെടൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതുപോലെ അതിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് പൊടി തൂവി കൊടുത്തിട്ട് ശേഷം ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത്. ഇപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് അവിടെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഇതല്ലേ നോക്കണേ. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫിംഗേഴ്സും ഇവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് മറ്റേ സൈഡും ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് എല്ലാ സൈഡും നടക്കുന്നത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാലും പെട്ടെന്നൊന്നും കരിഞ്ഞു പോകുന്നില്ല, എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഫിംഗേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെയിം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സൊക്കെ റെഡി. ഞാൻ അതിന് കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സോസ് കൂട്ടി കഴിക്കാൻ കിട്ടു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം കേട്ടോ.